ഇന്നലെ കാണിച്ച മുട്ട് വിരിഞ്ഞു കേട്ടോ. സന്തോഷം കൊണ്ട് ഹായ് എന്നൊക്കെ പറയാൻ മറന്നുപോയി. നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാ പൂക്കൾക്കും ഞാൻ ഈ ഒരു ഡയലോഗ് പറയാറുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരുപാട് കളേഴ്സ് ഇനിയും എനിക്ക് വിരിയാനുണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റെ വഴിക്ക് ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഈ വൈറ്റിൽ 2 ഫ്ലവറും വിരിഞ്ഞ്, അതുപോലെ ഇന്ന് ഫുള്ള് വീഡിയോയിൽ മുട്ടുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഡബിൾ പെറ്റൽസിൻ്റെ ബേൾസത്തിൽ മുട്ടുകളായിട്ടുണ്ട്, ഒന്ന് വിരിയാനായിട്ടുണ്ട്, പിന്നൊക്കെ പൂമുട്ടുകളാണ്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചതാണ് വിരിഞ്ഞ് നിൽക്കുന്നതുമൊക്കെ. പിന്നെ ഇപ്പോൾ ഒരുപാട് പൂക്കളാണ് മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈമും ഇല്ല. ഞാൻ ഒരു ലില്ലി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ആ തൈയിലുണ്ടായതല്ല കേട്ടോ. ഇതിൻ്റെ ചുറ്റിലും എന്താണെന്നറിയോ, ഈ പൈനാപ്പിളിൻ്റെ തൈ ഉണ്ടല്ലോ, അപ്പം മുള്ള് കയ്യിൽ കൊള്ളുക. അപ്പം ഞാൻ അതിനെ വെറുതെ വിട്ടു. പിന്നെ ഇത് ഓർക്കിഡിൻ്റെ മുട്ട കേട്ടോ. ഇത് ഫുള്ള് പൂമുട്ടനെ ഉണ്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ഓർക്കിഡിൻ്റെ മുട്ട ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ഈ ഒരു ചെടിയിൽ ഒരുപാട് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പല കളേഴ്സ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഞ്ഞ, യെല്ലോയിൽ ഡബിൾ ഷെയ്ഡ് വരുന്നത്, അതുപോലെ വെള്ള, എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നാൾ കാണിച്ചു തന്നിട്ടില്ലേനോ, ചെറിയൊരു വൈറ്റ് റോസിൻ്റെ മുട്ടാണെന്ന് പറഞ്ഞിട്ട്, അതാണ് കേട്ടോ. ഇതിപ്പോൾ അത്രയും വലുതായി. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളിടയ്ക്കാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. പക്ഷേ ഇന്നത്തെ പോലെ ഒരു തിരക്ക് എനിക്ക് വേറെ ദിവസം ഉണ്ടായിട്ടുമില്ല. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ, കാരണം ഇന്നൊക്കെയാണ് വീഡിയോ എടുത്ത് കണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അത്രയും പൂക്കളായിട്ടാണ് ഇന്ന് മുറ്റം എന്നെ സ്വാഗതം ചെയ്തത്. ഈ ചെടി ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആ പച്ച ഇലകളെയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഈ ഒരു മല്ലിക പൂവിട്ടിട്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കേണ്ട, അതിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. നമ്മൾ കോമണായി കാണുന്ന മല്ലികയേ അല്ല കേട്ടോ, ഇതൊക്കെ അതിൽ പെട്ട തന്നെയാണ്. ഗൾഫ് മല്ലിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടോ, ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് ആ ഒരു കമൻറ്റ് കണ്ടിട്ട്. ഗൾഫ് മല്ലികയാവുന്നു. കാറ്റ്സ് ഗ്ലോയുടെ മുട്ട ഇത്രയും ആയിട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ലൂഫോർബിയയിൽ ഒത്തിരി മുട്ടുകളും അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സും ആയിട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തത്, കണ്ടതന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. പിന്നെ കന്നാലിൽ ഇങ്ങനെ വാടിക്കൊഴിഞ്ഞ് പോകാനായിട്ടുണ്ട്. എന്തായിരുന്നല്ലേ ക്യാമറ സ്പേസ്. ഇത് ഇത്രയും തന്നെ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോകുമ്പോഴാണ്, എന്താ നിങ്ങൾ ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടില്ലായിരുന്നോ ഇതെന്താണെന്ന്, ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് കന്നാലില്ലിയുടെ പിന്നെ വിത്താണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ലാസ്റ്റ് ഇങ്ങനെ ഉണങ്ങി പോവാറാണ് കേട്ടോ പതിവ്. ഇനിയിപ്പോൾ അത് വിത്തൊക്കെയാണ് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടില്ല. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് എപ്പോഴോ അപ്പം തുടങ്ങും ആ കോഴിൻ്റെ കൂവലും കേട്ടോ. ഈ ഒരു വോയിസത്തിന് എനിക്ക് വിടാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഇതൊന്ന് ഉൾക്കൊള്ളിച്ചിട്ടോ. ഇവരൊക്കെ അപ്പോൾ തൊട്ടടുത്ത അയൽവാസികളാണ്. കമൻറ്റ് ചെയ്താൽ മറക്കരുത്, അതുപോലെ ലൈക്കും